നമസ്കാരം. വോട്ടേഴ്സ് ചോയ്സ് 2024ലേക്ക് ഏവർക്കും സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് നമ്മുടെ രാജ്യം നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വേളയിൽ ജനകീയ വിഷയങ്ങൾ ഒട്ടേറെ ഉയർന്നു വരുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് തങ്ങളുടെ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കുവാനും അതുപോലെ തന്നെ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ പാലിച്ചു എന്ന് ആത്മവിശ്വാസത്തോടെ പറയുവാനും സാധിക്കേണ്ട സമയമാണിത്. അതൊക്കെ എത്രത്തോളം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് വീക്ഷിക്കാം, പരിശോധിക്കാം. ഇനി വേദിയിൽ നമ്മോടൊപ്പം വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീജിത്ത് പണിക്കരാണ്, രാഷ്ട്രീയ നിരൂപകൻ, ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകൻ കുഞ്ചു മുരളി. ഇരുവർക്കും സ്വാഗതം ഈ ചർച്ചയിലേക്ക്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാവേലിക്കര മണ്ഡലത്തെക്കുറിച്ചാണ്. ശക്തമായി വലത് ചായ്വുള്ള മണ്ഡലം, വലതുപക്ഷത്തിന് വ്യക്തമായ വിജയങ്ങൾ സമ്മാനിച്ച മണ്ഡലം. 2004 ഏറ്റവും ഒടുവിൽ ഇവിടെ ഇടതുപക്ഷത്തിന് വിജയം ലഭിച്ചത്. എന്നാൽ ഇക്കുറി വലത് ക്യാമ്പിനുള്ളിൽ ചില സ്വാരസ്യങ്ങൾ അവർക്ക് തലവേദനയാകുന്നുണ്ടോ? പരിശോധിക്കാം വിശദമായി തന്നെ. ശ്രീജിത്ത് പണിക്കർ, കൊടിക്കുന്നിൽ സുരേഷിന് കൊടിവയ്പ്പിച്ച മണ്ഡലം, തുടർ വിജയങ്ങൾ സമ്മാനിച്ച മണ്ഡലം. കൊടിക്കുന്നിൽ സുരേഷിന് ഇപ്പോൾ ഒരു ചാഞ്ചാട്ടമുണ്ട് എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. എങ്കിലും മാവേലിക്കര വലതുപക്ഷത്തേക്ക് ചാഞ്ഞു നിന്നു. ആ ചായ്വിന് ഇപ്പോൾ കുറവ് വന്നിട്ടുണ്ടോ? ചായ്വിന് കുറവ് വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇദ്ദേഹം ഈ മണ്ഡലത്തിനെ അദ്ദേഹത്തിൻ്റെതാക്കിയിട്ടുണ്ട്. ഈ കൊടിക്കുന്നിൽ സുരേഷ് എന്നതിനപ്പുറം മാവേലിക്കര സുരേഷ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആ രീതിയിലത്തേക്ക് അദ്ദേഹം അതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മണ്ഡലത്തിൽ ആർക്കും യാതൊരു വിധത്തിലുള്ള ഇൻട്രൊഡക്ഷനും ആവശ്യമില്ലാത്ത കോൺഗ്രസിൻ്റെ ബെസ്റ്റ് ബെറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇദ്ദേഹം നിന്നാൽ ജയിക്കുമോ എന്നൊക്കെ പറഞ്ഞാലും പകരം ആര് എന്നൊരു പ്രശ്നം വലുതായിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് സംവരണ മണ്ഡലമാണ്. അപ്പോൾ സംവരണ മണ്ഡലമാകുമ്പോൾ സംവരണത്തിന് യോഗ്യനായിട്ടുള്ള ഒരു മറ്റേ കാൻഡിഡേറ്റിനെ കൊണ്ടുവരിക എന്നൊരു പ്രശ്നമുണ്ട്. കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഗുണം ആ മണ്ഡലത്തിനെ കൈവെള്ള പോലെ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ സാമുദായികമായിട്ടുള്ള സമവാക്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെയാണ് രാഷ്ട്രീയം, ആൾക്കാരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെപ്പറ്റിയൊക്കെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. പിന്നെ നമ്മൾ ഈ പേര് കേട്ടിട്ട് നമ്മൾ ചിലപ്പോൾ മിസ്ലെഡ് ആയി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ മാവേലിക്കര മണ്ഡലം എന്ന് പറയുമ്പോൾ അത് കേവലം മാവേലിക്കര ഭാഗവുമായിട്ട്, ഒരുപക്ഷെ മാവേലിക്കര ഭാഗവുമായിട്ട് കാര്യമായ ബന്ധവുമില്ലാത്ത മണ്ഡലം. കൊല്ലമുണ്ട്, പത്തനംതിട്ട, അല്ലേ, ആലപ്പുഴ, അങ്ങനെ പല സ്ഥലങ്ങളുമായിട്ടൊക്കെ ചേർന്ന് ഏതാണ്ട് കോട്ടയത്തിനടുത്ത് വരെയൊക്കെ കിടക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വളരെ വേരീഡായിട്ടുള്ള ഡെമോഗ്രഫി ആണെങ്കിലും ആൾക്കാരുടെ താല്പര്യങ്ങളാണെങ്കിലും ഒക്കെയുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അങ്ങനെ ഒരു മണ്ഡലത്തിനെ, പ്രത്യേകിച്ച് ഒരു റിസർവേഷൻ മണ്ഡലത്തിനെ അങ്ങനെ കൈവെള്ളയിൽ വെക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അത് അദ്ദേഹം വളരെ കമൻറ്റബിളായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ള ഒരു വെല്ലുവിളി ഉയർത്താനായിട്ട് ഇതേപോലെ മറ്റുള്ള ആൾക്കാർക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും. ഇപ്പം മലയാളത്തിലെ തന്നെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനം കുറച്ച് നാൾ മുമ്പ് ഒരു സർവേ നടത്തിയപ്പോൾ അതിൽ പറയുന്നത് LDF സുഖമായി ജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളിലൊന്ന് മാവേലിക്കരയാണെന്നും മറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിന് പറ്റുന്ന സാഹചര്യം അവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. ഇത് CPIയുടെ മണ്ഡലമാണ്. അതെ. അപ്പോൾ ഈ CPMൻ്റെ ഒരാളിനെ നിർത്തുന്നത് പോലെയോ അയാൾക്കൊരു രണ്ടാം നിരയെ കണ്ടെത്തുന്ന, അതിനുപോലും പല സ്ഥലങ്ങളിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ CPIയെ സംബന്ധിച്ചിടത്തോളം ഒരു ഏബിൾ കാൻഡിഡേറ്റിനെ കണ്ടെത്തുക, ഇദ്ദേഹത്തിനെതിരെ ഒരു ഫൈറ്റ് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ആൾക്കാർക്ക്, ഈ മാവേലിക്കരക്കാർക്ക് ഈ മടുപ്പെന്ന് പറയുന്നൊരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല. തുടർച്ചയായിട്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെ മാവേലിക്കര ഈ പറഞ്ഞ പോലെ കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര വീടാണ്. സുരേഷിൻ്റെ വീടെന്ന് തന്നെ പറയാം. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ലോക്സഭയിൽ അല്ലെങ്കിൽ സഭയിൽ ഏറ്റവും കൂടുതൽ തിളങ്ങിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. ഒന്നാമത്തെ കാര്യം, ഹിന്ദി നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ തിളങ്ങിയത് കൊണ്ട് തന്നെ ആൾക്കാർക്കും ജനസമ്മതനായിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഇതല്ലാതെ, കൊടിക്കുന്നിൽ സുരേഷ് അല്ലാതെ മറ്റാര് എന്നൊരു ചോദ്യം കോൺഗ്രസിന് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി വെക്കാൻ പറ്റുന്നൊരു പേര് കോൺഗ്രസിനുണ്ടാവുമോ? അല്ല, അങ്ങനെ നിലവിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കോൺഗ്രസിൻ്റെ ഒരു ഇൻഹറൻറ്റ് പ്രോബ്ലമാണത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിലും ഇപ്പം നമ്മൾ ഈ പറയുന്നത് പോലത്തെ ഒരു ജനറൽ സീറ്റ് എടുത്തോളൂ. ആ ജനറൽ സീറ്റിലാണെങ്കിലും ആരാണ് നിങ്ങളുടെ സക്സസർ? ഇപ്പോൾ തിരുവനന്തപുരത്ത് ശശി തരൂർ 3 തവണയായിട്ട് MP ആണ്. അതെ, 15 വർഷമായിട്ട് അദ്ദേഹം MP ആണ്. അദ്ദേഹത്തിൻ്റെ നിങ്ങളുടെ നാച്ചുറൽ സക്സസർ ആരാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ കാണിക്കാൻ ഒരാളില്ല. അതെ, നമുക്ക് വേണമെങ്കിൽ കുറേ ആൾക്കാരുടെ പേരൊക്കെ ഇന്നയാളുണ്ട് എന്ന് പറഞ്ഞാൽ അത് സക്സസർ അല്ല. സക്സസർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഷൂവിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരാൾ. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു സെക്കൻഡ് ലൈനിനെ വളർത്തിയെടുക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല. ഇപ്പോൾ നമ്മൾ ഒരു നാച്ചുറൽ പ്രോഗ്രഷൻ, ഇപ്പോൾ BJPയുടെ സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ദേശീയ തലത്തിൽ വേണമെങ്കിൽ പറയാം. കോൺഗ്രസിന് അവിടെയുമില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരുപക്ഷെ ഒരു സെക്കൻഡ് ലെയറായിട്ട് പറഞ്ഞിരുന്ന ആൾക്കാരൊക്കെ ഇന്ന് BJPയിൽ ഇരിക്കുകയാണ്. ഇന്ന് അവർ BJPയിലെ സെക്കൻഡ് ലെയറോ തേർഡ് ലെയറോ ഒക്കെ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം എല്ലായിടത്തും കോൺഗ്രസിനുണ്ട്. അതിലിപ്പോൾ NSSന്, SNDPക്ക് ഒക്കെ തന്നെ
വളരെ വലിയ രീതിയിലുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രസൻസ് ഉള്ള ബാക്ക്വേർഡ് കാസ്റ്റിന് പ്രസൻസ് ഉള്ള ഒരു മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം അവിടെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മടുക്കുന്നില്ലെന്നേ. അതെ, അല്ല അങ്ങനെ പക്ഷേ അദ്ദേഹത്തിന് ഒരു മടുപ്പ് വന്നോ എന്നൊരു സംശയം ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് ഒതുങ്ങും എന്നുള്ളൊരു ചോദ്യമാണ്. നിയമസഭയിലേക്ക് എത്തണമെന്നൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. ലോക്സഭയിലേക്ക് ഇനി പോകേണ്ട, കാരണം അവിടെ പോയിട്ട് കാര്യമില്ല എന്നുള്ളൊരു അഭിപ്രായം ചിലർക്കൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ ഇനി അടുത്ത പ്രാവശ്യം കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് ഭരണം കിട്ടുമെന്നും അപ്പോൾ മന്ത്രി കസേരയിലേക്ക് കയറാമെന്നും ഒക്കെ മോഹിക്കുന്ന ഒട്ടേറെ പേരുണ്ട്. അക്കൂട്ടത്തിലേക്ക് കൊടിക്കുന്നിലും എത്തിയെന്നാണ് കേൾക്കുന്നത്. അല്ല, അത് തെറ്റു പറയാനും പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പറ്റുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം കേന്ദ്രത്തിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം UPAയുടെ ഭാഗമായിട്ടിരുന്നിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു MP ആയിട്ട് തുടർച്ചയായിട്ട് വരുന്നു. ഫ്രണ്ട് റോ സീറ്റ് അദ്ദേഹത്തിന് പലപ്പോഴും പ്രധാനപ്പെട്ട ആൾക്കാരോടൊപ്പം തന്നെയാണ് ഇരിക്കുന്നത്. ഇദ്ദേഹത്തിനെ കോൺഗ്രസ്സിലുള്ള ആൾക്കാർക്ക് വളരെ വലിയ താല്പര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ട് ഹിന്ദി സംസാരിക്കാൻ അദ്ദേഹത്തിന് അറിയാം. പിന്നെ ഇവരുടെ പല സംഘടനാ ചുമതലകൾ അല്ലെങ്കിൽ പല ഇൻറ്റേർണൽ കമ്മിറ്റികളിലേക്കുള്ള നോമിനി അദ്ദേഹമാണ്. ഇത് കൂടാതെ ഭരണപക്ഷത്തിനും സ്വീകാര്യനായിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പലപ്പോഴും NK പ്രേമേന്ദ്രനെ പറ്റി പറയത്തില്ലേ, നരേന്ദ്രമോദിക്ക് ഇഷ്ടമുള്ള ആളാണ്. അതേപോലെ കൊടിക്കുന്നിൽ സുരേഷും ഇതേപോലെ തന്നെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്നെ ചില പ്രസംഗങ്ങളുണ്ട്. ആ പ്രസംഗങ്ങളിൽ ഇദ്ദേഹം രൂക്ഷമായിട്ട് കോൺഗ്രസിനെ വിമർശിക്കുന്ന സമയത്ത് ഹിന്ദിയിലാണ് സംസാരിക്കുക. കോൺഗ്രസിൻ്റെ ഭാഗത്തുള്ള ആൾക്കാരെല്ലാം പലപ്പോഴും ഭയങ്കര കടുംപിടുത്തമൊക്കെ പിടിച്ചിട്ട് ഇതൊക്കെ കേട്ടിട്ട് ഞങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ല എന്ന രീതിയിൽ ഇരിക്കുമ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് പലപ്പോഴും ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്. അതായത് ഇതിൽ പറയുന്ന ഒരു നർമ്മമുണ്ട്. ആ നർമ്മം നമ്മുടെ പാർട്ടിക്ക് നേതാവിനും എതിരെയാണെങ്കിൽ പോലും ഇദ്ദേഹം അതിനെ ആസ്വദിച്ച് ഇദ്ദേഹം ഇരുന്ന് കുലുങ്ങിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ട്, ദാ കൊടിക്കുന്നിൽ സുരേഷ് ജി എവിടെ ഇരുന്ന് ചിരിക്കുകയാണ് എന്ന രീതിയിലത്തേക്ക് പറയാറുണ്ട്. അത് പറയുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്നൊന്ന് അവെയറായിട്ട് ഇരിക്കുകയല്ല ചെയ്യുന്നത്, അദ്ദേഹം അതിനെ എൻജോയ് ചെയ്യുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആ പ്ലേസ് അദ്ദേഹത്തിൻ്റേതാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ബോധ്യം, ഇദ്ദേഹം ഒരു ഔട്ട്സൈഡർ അല്ല, ഞാൻ പാർലമെൻറ്റിലെ ആളാണ് എന്ന രീതിയിലുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ കിട്ടാവുന്ന അച്ചീവ്മെൻറ്റുകളെല്ലാം കിട്ടിയിരിക്കുന്ന, നല്ല റെക്കഗ്നീഷൻ എല്ലാവരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇനി അദ്ദേഹത്തിന് അവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്താവണം? കോൺഗ്രസ് അധികാരത്തിൽ വരണം. അതിനുള്ള ഒരു സാധ്യത ന്യായമായി നിലവിലില്ല എന്ന് തോന്നുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മടുപ്പ് അദ്ദേഹത്തിന് തോന്നാം. രാഷ്ട്രീയപരമായിട്ടൊരു ചർച്ച വരുമ്പോഴും എനിക്ക് തോന്നുന്നു സഭയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ വിഷയത്തിലേക്ക് ഡാനിഷ് അലിയുടെ വിഷയം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ പ്രോംപ്റ്റ് ചെയ്തത് കൃത്യമായി കേൾക്കാത്തത് കൊണ്ട് മനസ്സിലായില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പോഴും മുസ്ലിം വിഭാഗത്തിന് എതിരെ ഒരു സംസാരം ഉണ്ടായി എന്നുള്ള തരത്തിലാണ് സുരേഷിനെ മാറ്റി നിർത്തിയത്. അപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതെല്ലാം ട്രോളുകളായി വീണ്ടും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ സാമുദായികപരമായും മതപരമായും ഒക്കെ കൊടിക്കുന്നിൽ സുരേഷിനെ തളർത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ആ ഒരു വിഷയത്തിൽ ഒരു പക്ഷേ കൊടിക്കുന്നിൽ സുരേഷിന് ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ കട്ടുകളില്ലാത്ത സംഭവമാണ്. അപ്പോൾ ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ നടക്കുന്ന സമയത്ത് അദ്ദേഹം പ്രതികരിക്കുകയാണ്. അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സഭ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. ആദ്യമായിട്ടല്ല, അദ്ദേഹം പലതവണ അങ്ങനെ ആ പൊസിഷനിൽ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും ഓം ബിർള പോലെയുള്ള ആൾക്കാർ അദ്ദേഹത്തിന് ചുമതല കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കുറച്ച് വിശദീകരണമുണ്ട്. ആ വിശദീകരണം എന്ന് പറഞ്ഞാൽ വളരെ ലോങ് എസ്സേ ആണ്. അപ്പോൾ അത് എഴുതി വരേണ്ടുന്ന സാഹചര്യം പോലും ഈ പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ വലിയ രീതിയിൽ ഒരു വലിയ മുസ്ലിം വിരുദ്ധ പരാമർശം ഉണ്ടാകുന്ന സമയത്ത് അതിനോട് പ്രൊട്ടസ്റ്റ് ചെയ്തിരിക്കുന്ന മുസ്ലിം MPയോട് അവിടെ ഇരിക്കാൻ പറയുകയും അദ്ദേഹത്തിന്റെ മൈക്ക് ഓഫ് ചെയ്യാൻ പറയുക, അങ്ങനെ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള പ്രശ്നം. ആ സമയത്ത് BJP MP ഈ ആരോപണം ഉന്നയിച്ച ആൾ വീണ്ടും സംസാരിക്കാൻ അനുവദിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം തന്നെയാണ് സ്പീക്കറിനോട് ഇത് റെക്കമെൻഡ് ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നത്. ഈ പിന്നെ മോശമായിട്ടുള്ള പ്രസ്താവനകൾ രേഖകളിൽ നിന്ന് മാറ്റുക, അതിനോടൊപ്പം തന്നെ നടപടിക്ക് ശുപാർശ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹമാണ് ചെയ്തത്. ഇതാണ് ആ റോളിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നത് എന്ന നിലയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരല്പം ബെനിഫിറ്റ് ഓഫ് ദി ഡൗട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ കൊടുക്കാം. കാരണം അദ്ദേഹം കേൾക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹം എടുക്കുന്ന തീരുമാനം ആ ഒരു ഞൊടിയിടയിൽ എടുക്കേണ്ടുന്ന തീരുമാനമാണ്. നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ലാപ്സ് ഉണ്ടായി എന്നുള്ളത് പറയാം. പക്ഷേ അത് ഈ രീതിയിലുള്ള ഒരു വംശീയമായിട്ടുള്ള ഒരു കാര്യത്തിന് അദ്ദേഹം കൂട്ടുനിന്നു എന്ന രീതിയിലത്തേക്ക് പറയുന്നത് അതിനെ വളരെ എക്സാജറേറ്റ് ചെയ്യുന്നതാണ്. ആ നിലയ്ക്ക് നമ്മളെ അദ്ദേഹത്തിനെ സംശയിക്കണമെങ്കിൽ ഈ ഒരൊറ്റ ഇൻസിഡന്റ് പോരാ. ഉയർന്നു വരുന്ന ഏറ്റവും വലിയൊരു തമാശ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ BJPയോടൊപ്പം ചേർന്ന് നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ടാം തരക്കാർ അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ്സിലേക്ക് നിൽക്കുന്ന കോൺഗ്രസ്സുകാരെല്ലാം BJPയുടെ മണ്ഡലത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ BJPയുടെ പാളയത്തിലേക്ക് പോകുന്നു പറഞ്ഞ പോലെ കൊടിക്കുന്നിൽ സുരേഷും BJPയുടെ ആളായി മാറി എന്നുള്ള തരത്തിലാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ നരേന്ദ്രമോദി ഉൾപ്പെടെ അത്തരത്തിൽ സംസാരിക്കുമ്പോൾ കൊടിക്കുന്നിൽ അങ്ങോട്ട് പോയേക്കാം എന്നുള്ളൊരു ചർച്ചയാണ് അവിടെ രാഷ്ട്രീയപരമായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, ആ പോസിബിലിറ്റി ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിലെ ആരിൽ നിന്ന് ഞാനത് തള്ളിക്കളയുന്നില്ല.
പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ പറയുന്നത് നമുക്ക് അദ്ദേഹത്തിനെ അങ്ങനെ ഒരു ഡോക്കിൽ നിർത്തണമെങ്കിൽ, ഇദ്ദേഹം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ അതിന് ഒരു വൺ ഓഫ് ഇൻസിഡൻറ്റ് കൊണ്ട് പറ്റില്ല. നേരെ മറിച്ച് അദ്ദേഹത്തിന് തുടർച്ചയായിട്ടുള്ള മുസ്ലിം വിരുദ്ധ പിന്നെ അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വൺ ഓഫ് ഇൻസിഡൻറ്റിൽ അദ്ദേഹത്തിനെ ആ ഒരു തൽക്കാലത്തേക്ക് നമുക്കൊന്ന് മാറ്റി നിർത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് മറ്റേ മത്സരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ താല്പര്യമില്ല എന്ന് ആദ്യം തന്നെ തുറന്നു പറഞ്ഞിരുന്നു കൊടിക്കുന്നിൽ സുരേഷ്. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു വശം കൊണ്ടായിരിക്കുമോ, അതോ മറ്റെന്തെങ്കിലും റീസൺസ് അതിന് പിന്നിലുണ്ടാകുമോ? അവിടുത്തെ സംഘടനാ പ്രശ്നമോ, അതോ ഇനി കേന്ദ്രത്തിലെ മറ്റെന്തെങ്കിലും? അല്ല, കേന്ദ്രത്തിലെ ഒരു സ്കോപ്പില്ലായ്മ എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഒരാൾ ഒരു മണ്ഡലത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ആ മണ്ഡലം അയാളുടേതാക്കുകയാണ്. നേരെ മറിച്ച് CPM അങ്ങനെയില്ല. 5 തവണ ഇരിക്കുന്ന രാജു എബ്രഹാമിനോടും മാറി നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാറി നിൽക്കുക, അല്ലാതെ രാജു എബ്രഹാമിന് വേണ്ടിയിട്ട് കീജയ് വിളിക്കാനായിട്ട് ആൾക്കാർ അവിടെ ഇല്ല. അത് വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. നേരെ മറിച്ച് ഇവരെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരാളിന് സ്കോപ്പ്, ഇപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചല്ലോ, ഈ പകരം വേറൊരാൾ അവിടെ ഉണ്ടാവുക, അങ്ങനെ ഒരാളിനെ പിന്നെ അവർ ചിന്തിക്കുക പോലും ഇല്ല. പാർട്ടിയും ചിന്തിക്കില്ല, ആരും ചിന്തിക്കില്ല, കാരണം ഇയാളുണ്ടല്ലോ എന്ന രീതിയിലാണ്. അപ്പോൾ ഈ ഒരു സംവിധാനം എപ്പോഴാണ് മാറുക? അത് മാറണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പ്രശ്നം ഉണ്ടാവണം. അതായത് കുറേ ആൾക്കാർ ചിന്തിക്കണം, എടാ ഇവനെ ഇനി തോപ്പിച്ചെങ്കിലേ വേറൊരാൾക്ക് അവസരമുള്ളൂ എന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും പടലപ്പിണക്കങ്ങൾ, സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരു ഭീഷണിയായിട്ട് വേണമെങ്കിൽ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരാളിന് കാണാം. 2, ഈ മണ്ഡലത്തിൽ തന്നെ തനിക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങൾ വരികയോ ഒരു ശക്തനായിട്ടുള്ള ഒരു എതിരാളി വരികയോ ചെയ്താൽ ഇത്തവണ തനിക്ക് ഒരു പ്രശ്നമുണ്ടാകുമെന്ന് വേണമെങ്കിൽ ചിന്തിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ തവണ അദ്ദേഹത്തിനോട് മത്സരിക്കുമ്പോൾ ഉള്ള ചിറ്റയം ഗോപകുമാറിൻ്റെ സ്റ്റാച്ചർ അല്ല ഇന്ന് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിന് കുറച്ചുകൂടി ഒരു എലിവേറ്റഡ് പൊസിഷനുണ്ട്. അദ്ദേഹം സഭയിലൊരു ചുമതല വഹിക്കുന്ന ആളാണ് അഡീഷണലായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു സ്വാധീന ശക്തി അദ്ദേഹത്തിന് വർദ്ധിച്ചിട്ടുണ്ട്. സംഘടനാപരമായിട്ടാണെങ്കിലും വർദ്ധിച്ചിട്ടുണ്ട്, പൊതുസ്വീകാര്യതയിലും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ ഒരു സ്കെയർ വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ചിറ്റയത്തിന് തന്നെയാണ് കൂടുതൽ സാധ്യത നമുക്ക് പറയാൻ പറ്റും? അത് പറയാൻ പറ്റില്ല. കാരണം CPIയെ സംബന്ധിച്ചിടത്തോളം അതൊരു കൃത്യമായ പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അവർ ഈ പറയുന്നത് പോലെ അവരുടെ ഒരു MLA മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു MLA അല്ലെങ്കിൽ ഒരു ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള ഒരാളിനെ അവിടേക്ക് വിടണോ, അതോ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളിന് അവസരം കൊടുക്കണമെന്ന് പലപ്പോഴും ഹാർഡ് കോർ ഇടതുപക്ഷ ലൈനിൽ ചിന്തിക്കാത്തൊരു പാർട്ടിയാണ് ഇന്നത്തെ CPI. അവരെ സംബന്ധിച്ചിടത്തോളം പല നിലപാടുകളിലും കുറച്ചുകൂടി ലിബറലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു അഡ്വക്കേറ്റ് അരുൺകുമാറിന് അവസരം വേണമെങ്കിൽ അവർ കൊടുക്കാം. പക്ഷേ ബെസ്റ്റ് ബെറ്റ് ആരാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് വരികയാണെങ്കിൽ ചിട്ടയായി ബലം വർദ്ധിപ്പിച്ചു വന്നിരിക്കുന്ന ചിറ്റയം ഗോപകുമാർ ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിലും ഈ ഇടത് വലത് എന്ന് പറയുമ്പോഴും BJP അവിടെയും ശബ്ദം ഉയർത്തുന്നുണ്ട് മാവേലിക്കരയിലും. കാരണം എനിക്ക് തോന്നുന്നു കേന്ദ്ര സഹമന്ത്രി ഭവൻ ഖുബെ പറഞ്ഞതാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര ഷുവറായും BJP ജയിക്കും. അങ്ങനെ ഒരു സ്ട്രൈക്കിംഗ് ആയുള്ള ഒരു പോയിന്റ് BJPയുടെ ഭാഗത്ത് നിന്നുകൊണ്ടായിരിക്കും ഉണ്ടാകുന്നത്. അല്ല, അത് സത്യമായും എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന വരുന്നത് പോലും ഒരു 2 വർഷത്തോളമായിട്ടുണ്ട്. അതെ അതെ, 2 വർഷത്തോളം മുമ്പാണ്. അപ്പോൾ അങ്ങനെ പറയുക തന്നെയുമല്ല, അദ്ദേഹം പറയുന്നുണ്ട് 45% ഞങ്ങൾക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടാകുമുണ്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പം കഴിഞ്ഞ തവണ ആരെ തഴവ സഹദേവനോ മറ്റോ ആണ്. അപ്പം വളരെ വലിയ രീതിയിലില്ല, എന്നാലും 1 ലക്ഷത്തിൽ പരം വോട്ടൊക്കെ അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ രീതിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ മണ്ഡലം പഠിച്ചിട്ടാണോ, അതിനെന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? 2 വർഷം മുമ്പെന്ന് പറഞ്ഞാൽ ഏകദേശം 2022 അപ്പോൾ 2022 ഒരു പ്രസ്താവന നടത്തുമ്പോൾ 2 വർഷം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് അത്രയും രീതിയിലേക്ക് വരാനുള്ള സംവിധാനം ആശ്ചര്യമായതും. കാരണം ഈ 2 വർഷം മുന്നേ 2024 വരുന്ന തെരഞ്ഞെടുപ്പിൽ അന്നേ ഇത് കണക്ക് കൂട്ടി. അപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് BJP ഇവിടെ പ്രവർത്തനം തുടങ്ങി എന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒറ്റ പോസിബിലിറ്റി ഞാൻ കാണുന്നത് കൊടിക്കുന്നിൽ സുരേഷ് BJP. അതാണ് ഞാൻ നേരത്തെ ചോദ്യം ചോദിച്ചത്. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരൊറ്റ പോസിബിലിറ്റി അതാണ്. കാരണം കൊടിക്കുന്നിൽ സുരേഷിൻ്റെ കിട്ടുന്ന വോട്ടും തഴവ സഹദേവന് കിട്ടുന്ന വോട്ടും എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്ന 45% വരുമായിരിക്കാം. പക്ഷേ റിയലിസ്റ്റിക്കലി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാധീനമില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൻ്റെ ഒരു ഡെമോഗ്രഫി വെച്ച് നോക്കിക്കഴിഞ്ഞാലും പിന്നെ ഈ പറയുന്നത് പോലെ നമ്മൾ ഈ ഒരു SC/ST വിഭാഗത്തിനിടയിലേക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള കുറേയധികം പോളിസികളുണ്ട്. അവരുടെ ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം പോലും SC/ST കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പോളിസികളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ SC/ST MPമാരുള്ളത് BJPക്കാണ്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു ഐത്തം ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല. അപ്പോൾ ആ ഇടയിൽ കൃത്യമായി പ്രവർത്തിക്കാൻ അവർക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഓർഗാനിക്കായിട്ടുള്ള ഒരു വളർച്ച അവർക്കുണ്ടാക്കാനായിട്ട് സാധിക്കും.
പക്ഷേ അത് ഈ 45% പോവുക എന്ന് പറഞ്ഞാൽ 35 സീറ്റ് കിട്ടിയിട്ട് ഞങ്ങൾ ഗവൺമെൻറ് ഫോം ചെയ്യുമെന്നൊക്കെ പറയുന്നത് പോലെ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയും. മോദി തന്ത്രം എന്ന് പറയുന്നത് പലരും വിമർശനാത്മകമായി പറയുന്ന ഈ ട്രോളുകളിലൂടെ കണ്ടതുമാണ്. ഈ മോദി എപ്പോഴും പ്രവർത്തിക്കുന്ന അടുത്ത തിരഞ്ഞെടുപ്പിലേക്കല്ല, വരാൻ പോകുന്ന, അതായത് 5 കൊല്ലം കൂടി കഴിഞ്ഞിട്ടുള്ള തിരഞ്ഞെടുപ്പ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാവേലിക്കര ഒരു പക്ഷേ ഇനി വരുന്ന സമയങ്ങളിൽ BJPയുടെ കൈകളിലേക്കോ അല്ലെങ്കിൽ BJP അവിടെ ഒരു മുന്നേറ്റമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഞാൻ പറയുന്നത് സംഘടനാ സംവിധാനം ഉണ്ടാവണം. ഇപ്പോൾ 2022 ഒരു കേന്ദ്ര സഹമന്ത്രി വന്നിട്ട് ഈ രീതിയിലത്തേക്ക് ഒരു പ്രസ്താവന നടത്തുമ്പോൾ നമ്മളതിനെ ഫേസ് വാല്യൂവിൽ, മെറിറ്റിൽ അതിനെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ ഭാഗത്തു നിന്ന് സംഘടനാ പ്രവർത്തനം ഉണ്ടാവണം. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മണ്ഡലത്തിൽ, ഇപ്പോൾ തിരുവനന്തപുരത്തോ തൃശ്ശൂരോ ഇല്ലാത്തതുപോലെ 45% വരികയും ആൾ ജയിക്കുകയും ചെയ്യുമെന്ന് പറയണമെങ്കിൽ അതിനൊരു അതിഗംഭീരമായിട്ടുള്ള സംഘടനാ സംവിധാനം നടക്കും. അത് നമ്മളാരും കാണുന്നില്ല. അപ്പോൾ അത് വളരെ നിശബ്ദമായിട്ടുള്ള ഒരു തരക്കമുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും അവിടെ കാര്യമില്ല. അങ്ങനെ പ്രവർത്തിക്കില്ല. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞതുപോലത്തെയുള്ള ഇക്വേഷൻസ് ഒക്കെ വർക്ക് ചെയ്യണം. ഇതിപ്പോൾ ഈ പറഞ്ഞത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് എങ്കിൽ പോലും ഇപ്പോൾ ഒരു 10-20 വർഷം മുൻപ് അല്ലെങ്കിൽ 25 വർഷം മുമ്പുള്ള BJPയുടെ അവസ്ഥയല്ല ഇന്ന്. ഇത് പ്രവർത്തിക്കാൻ ആളുണ്ട് BJPക്ക്. പക്ഷേ ഫോക്കസ് കൃത്യമായ സ്ഥലത്തേക്ക് പതിയുന്നില്ല. അതുതന്നെയാണ് വിഷയം, അല്ലേ? തീർച്ചയായിട്ടും. BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ RSSൻ്റെ സംഘടനാ സംവിധാനം അവർ തന്നെ ക്ലെയിം ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ശാഖകളും ചിട്ടയായിട്ടുള്ള പ്രവർത്തനവും ഒക്കെ വർഷങ്ങളായിട്ടുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. പക്ഷേ അതിനെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആയിട്ട് മാറ്റുന്നതിനോ, RSS അവരുടെ സംഘടനാ പ്രവർത്തനവുമായിട്ട് പോകുമ്പോൾ അതിനെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആയിട്ട് മാറ്റുന്നതിനോ, സംഘപരിവാറിൻ്റെ പൊളിറ്റിക്കൽ ആമിന് ശക്തി പകരുന്നതിനോ, അതിനെ വോട്ടാക്കി മാറ്റുന്നതിനോ അവർക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല. നേരെ മറിച്ച് നമ്മൾ ഇവരുടെ സ്ട്രോങ് ആയിട്ടുള്ള ചില കാൻഡിഡേറ്റ്സിനെ പറയുന്ന സ്ഥലമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീ കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്നു, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം എന്നൊക്കെ പറയുന്ന സമയത്ത് RSSൻ്റേതായിട്ടുള്ള ഒരു സംവിധാനം അവിടെ പ്രവർത്തിക്കുന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു പാർട്ടിക്ക് തന്നെ ഒരു ഡിസിഷൻ മേക്കിംഗ് രീതിയിലത്തേക്ക് കൊണ്ടുപോകാനോ കാൻഡിഡേറ്റ് സെലക്ഷനിലേക്ക് കൊണ്ടുപോകാനോ ഉചിതമായിട്ടുള്ള, ഇപ്പം RSSന് ഉചിതമായിട്ട് തോന്നുന്ന ഒരു കാൻഡിഡേറ്റ് പബ്ലിക്കിന് സ്വീകാര്യമാവണമെന്നില്ല. പബ്ലിക്ക് ഒരാളിനെ കാണുന്നതും RSSന് എത്രത്തോളം അയാൾ സുപരിചിതനാണ് എന്നുള്ളത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതൊക്കെ തമ്മിലൊരു ഫൈൻ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തനം പലപ്പോഴും BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. അത് ഇവരുടെ ഒരു ഡ്രോബാക്കാണ്. അത് ഇത്രയും നാളായിട്ട് അവരിത് പരിഹരിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ BJPക്ക് 50,000 വോട്ട് കിട്ടുന്നു അല്ലെങ്കിൽ 1,00,000 വോട്ട് കിട്ടുന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം അത്രയും ഹാർഡ് കോർ BJP ലോയലിസ്റ്റുകൾ ഇവിടെ ഉണ്ടെന്നാണ്. അവർക്ക് വേറൊരു ചോയ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഭരിക്കുന്ന ആളിനെ എതിരെ വേണമെങ്കിൽ വോട്ട് ചെയ്യാം, അയാളുടെ ഒരു ഓൾട്ടർനേറ്റീവിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാം. പക്ഷേ അതല്ലാതെ നിങ്ങളവിടെ ശക്തി കാണിക്കാൻ വേണ്ടിയിട്ട് പോയി വോട്ട് ചെയ്യുകയാണ്. രാവിലെ കുളിച്ച് കുറി തൊട്ട് ക്യൂവിൽ നിന്ന് നിങ്ങൾ പോയി വോട്ട് ചെയ്തെന്ന് ജയിക്കത്തില്ല എന്നുറപ്പുള്ള ഒരു സ്ഥാനാർത്ഥിക്കാണെങ്കിൽ ശക്തി കാണിക്കാനാണ്, എങ്കിൽ ഞാൻ ലോയലിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഉണ്ടാവുകയും അത് പല തെരഞ്ഞെടുപ്പുകളിലായിട്ട് ഇങ്ങനെ വോട്ട് കൂടി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനെ പെട്ടെന്ന് ഒരു ഇനോർഗാനിക് ഗ്രോത്ത് ആയിട്ട് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ, ഈ പറഞ്ഞതുപോലെ ഒരു 45% എന്നൊക്കെ പറഞ്ഞ രീതിയിലത്തേക്ക് അംബീഷ്യസ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് പലപ്പോഴും BJP പരാജയപ്പെടുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഈ വ്യക്തിപ്രഭാവം, കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന വ്യക്തിപ്രഭാവം വരുമ്പോൾ ഈ സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ കാണുന്ന ഒരു രീതിയുണ്ട്. കോൺഗ്രസ്സിലൊരു അകത്തൊരു തമ്മിലടി ഉണ്ടാവും, അത് പുറത്തറിയാറുമുണ്ട്. അരമര രഹസ്യം അങ്ങാടിപ്പടം എന്ന് പറഞ്ഞാൽ കാണാം. അപ്പോൾ അതുപോലെ ഈ കോൺഗ്രസിനുള്ളിലുണ്ടാകുന്ന പടലപ്പിണക്കങ്ങൾ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയെ, മാവേലിക്കര മണ്ഡലത്തെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് ഒരു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നല്ല പ്രസൻസ് ഉണ്ട്. കോൺഗ്രസിൻ്റെ എല്ലാ ഗ്രൂപ്പുകൾക്കും എല്ലാ നേതാക്കന്മാർക്കും ചെറുതും വലുതുമായ രീതിയിൽ എല്ലായിടത്തും ഈ ഒരു പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഈ നമ്മളീ പറയുന്ന അരമന രഹസ്യത്തിനെ അങ്ങാടിപ്പാട്ടാക്കുന്നത് മാധ്യമപ്രവർത്തകരല്ല, ഇവർ തന്നെയാണ്, കോൺഗ്രസ്സുകാർ തന്നെയാണ് അറിയിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഉദാഹരണം പറയാം. VD സതീശനും K സുധാകരനും, ഇവർ രണ്ടുപേരും തമ്മിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങൾ, പബ്ലിക്കായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കുന്നു പുതുപ്പള്ളി, അതിനുശേഷമുള്ള മൈക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം. ഞാൻ പറഞ്ഞ ഈ പ്രശ്നം വാർത്തയാകുന്നത് അന്നേരമല്ല. അതെ, ഇത് മാധ്യമപ്രവർത്തകർ കണ്ടെത്തി വാർത്തയാക്കുന്നതായിരുന്നുവെങ്കിൽ ഇത് ആ സമയത്ത് വാർത്തയാകണം. തീർച്ചയായും. നേരെ മറിച്ച് ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷമാണ് അത് ചർച്ചയാകുന്നത്. അതെ, അത്രയും ദിവസം കഴിഞ്ഞല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം ഇത് ഈ നമ്മുടെ മാധ്യമപ്രവർത്തകരെല്ലാം ഈ ഫുട്ടേജ് എല്ലാം ഈ വീഡിയോ മറ്റേ കോൺഫറൻസ് നടക്കുന്നതിന് മുമ്പ് എന്താ നടക്കുന്നതെന്ന് ഇങ്ങനെ നോക്കിയിരുന്നിട്ടല്ലല്ലോ ഇത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള സംവിധാനത്തിൽ നിന്ന് ആരോ ഇത് പുറത്തിലേക്ക് ചെയ്തു. ഈ സംവിധാനം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇവർക്കെല്ലാവർക്കും തന്നെ ഈ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവും. എന്നെ കാല് വലിക്കുമോ, ഞാൻ പരാജയപ്പെടുമോ. വളരെ സീസൺഡായിട്ട് കുറേ കാലം ജയിച്ചിരിക്കുന്ന ഒരാൾ പരാജയപ്പെടുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കളങ്കമാണ്. അത് ഒരു നേതാവും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. നമ്മളുടേതല്ലാത്ത ഒരു തട്ടകത്തിൽ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഇപ്പോൾ K മുരളീധരൻ നേമത്ത് മത്സരിച്ചതുപോലെ അല്ല.
നമ്മുടേതല്ലാത്തവരിടത്ത് വേറൊരു ലക്ഷ്യത്തോടു കൂടി പോവുക എന്നതുപോലെയല്ല. ഞാൻ തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഞാൻ തോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ആൾക്കാരുടെ ഉള്ളിൽ ഉണ്ടാവാം. അങ്ങനെ ഒരു പ്രാദേശികമായ ഒരു ചരടുവലി നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മേന്മയുണ്ടാകുന്ന അല്ലെങ്കിൽ ഗുണം ചെയ്യുന്നത് CPIക്ക് തന്നെ ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. മറ്റൊന്ന് നമ്മൾ കൊടിക്കുന്നിലേക്ക് തന്നെ വരുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത് സംഘടനാ പ്രവർത്തനത്തിലേക്ക് ശ്രീജിത്ത് തന്നെ നേരത്തെ സൂചിപ്പിച്ചു, സംഘടനാ പ്രവർത്തനത്തിലേക്ക് തനിക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ KPCC വർക്കിംഗ് പ്രസിഡൻ്റാണ്. ഇനി ഒരുപക്ഷെ അദ്ദേഹം KPCC പ്രസിഡൻ്റായി ചുമതലയേൽക്കാനുള്ള സാധ്യതകൾ കൂടുതലാണോ? കാരണം ഇപ്പോഴത്തെ പ്രസിഡൻറ്റിന് അനാരോഗ്യം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ആ പദവിയിൽ ഇനി എത്ര നാൾ തുടരും? കാരണം പലപ്പോഴും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫങ്ഷനിങ് അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ അല്ല, ഈ ഭൈമി കാമുകന്മാർ നിരവധിയുണ്ട്. ആ ഒരു പൊസിഷനിലേക്ക് വന്നാൽ കൊള്ളാം, എന്നെക്കാൾ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്, എനിക്കെന്തുകൊണ്ട് യോഗ്യതയില്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകാം. പ്രത്യേകിച്ച് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമുള്ളപ്പോൾ KPCC പ്രസിഡന്റ് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകാം. പക്ഷെ അത് നിരവധി പെർമ്യൂട്ടേഷൻസ് കോമ്പിനേഷൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വരുന്ന കാര്യമാണ്. പലപ്പോഴും ജാതി മത ചിന്തകളൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചേർന്നതിന് ശേഷമാണ് സംഘടനയിൽ ഒരാളിനെ വെക്കുന്നത് പോലും, താക്കോൽ സ്ഥാനത്തിൻ്റെ വേറെ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിയുടെ താക്കോൽ സ്ഥാനം ഒരാളിനെ ഏൽപ്പിക്കുന്ന സമയത്ത് ഈ എക്സ്പീരിയൻസ് ഒന്നും മാത്രമായിരിക്കത്തില്ല പരിഗണന. അതിപ്പോൾ കേന്ദ്രത്തിലുള്ള മലയാളികളായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരുടെ താല്പര്യം പ്രശ്നമാണ്, ഇവിടെയുള്ള ആൾക്കാരുടെ താല്പര്യം പ്രശ്നമാണ്, ജാതി മത ചിന്തകളൊക്കെ തന്നെ ഇതിൽ വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഇരിക്കുന്ന മറ്റൊരു കുഴച്ചൊക്കെയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇത് തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു കാര്യം കൂടി, ഈ മറ്റേ വ്യാപാരപരമായിട്ടായാലും വാണിജ്യപരമായിട്ടായാലും ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന വ്യക്തിപ്രഭാവം അവിടെ നിലനിൽക്കുമ്പോഴും ഈ പ്രശ്നങ്ങളെല്ലാം സാധാരണക്കാർക്ക് ഉന്നയിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. അത് മുതലെടുക്കാൻ ഒരുപക്ഷെ CPIക്കോ അല്ലെങ്കിൽ BDJS അല്ല BJPക്കോ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, BJPക്ക് അത് സാധിക്കുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ അവിടെ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ CPI അല്ലെങ്കിൽ CPM സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകൾ അവിടെ ചോദ്യം ചെയ്യപ്പെടും. ആ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്നത് പോലത്തെ വെൽഫെയർ പെൻഷൻ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ആൾക്കാർക്ക് താങ്ങുവില കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട, നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ അവരോട് തിരിച്ചു വയ്ക്കുക. അതുകൊണ്ട് അവരതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, എന്തായാലും മാവേലിക്കര മണ്ഡലത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീജിത്ത് മണിക്കർ, ഒപ്പം തന്നെ കുഞ്ചു മുരളി, ഇരുവർക്കും നന്ദി. അടുത്ത ദിവസം മറ്റൊരു മണ്ഡലവുമായി ഒത്തുചേരാം. നമസ്കാരം.